ആദ്യസ്യോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട്ടേന ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്ത്യസൂര്യ തേജോ വാരിമതാം യഥാ വിനിമയോ എത്ര സർഗോമഷാധാംനാ സ്വേന സദാ നിരസ്തകുഹക സത്യം പരം ധീമഹി. സത്യം പരം ധീമഹിയിൽ നിന്നും സത്യം പരം ധീമഹിയിൽ അവസാനിക്കുന്നതായ ഒരു ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് വ്യാഴം. യദിന വക്ത്രസ്യാൽ പ്രായേണ അനുകൂല ബ്രാഹ്മണകുലസ്യ എന്ന് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. യദിന വക്ത്രസ്യാൽ, വ്യാഴം വക്രമല്ലെങ്കിൽ ബ്രാഹ്മണകുലത്തിന് അനുകൂലമാണ് എന്ന് പറയപ്പെടും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ദ്വാദശി പ്രാധാന്യം നമുക്ക് ഒരുപാട് പേർക്കറിയാം. ഒരുപാട് പുരാണങ്ങളിലൂടെ ദ്വാദശിയുടെ പ്രാധാന്യം പറഞ്ഞു തരുന്നുണ്ട് എന്നർത്ഥം. മന്ദിരമാർജനാദിഷു, ഒരു രാജാവായി ഇരുന്നിട്ടും കൂടി എന്ത് സംഭവിച്ചു? അവിടെ മേശാന്തി അടക്കം മറ്റുള്ളവരെ സഹായിക്കാനായിക്കൊണ്ട് ക്ഷേത്രം അടിച്ച് നിൽക്കുന്നതായ ഒരു അംബരീക്ഷ മഹാദേവൻ ഒരു ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഈ അംബരീക്ഷത്വം, കൃഷ്ണത്വം, ദുർവാസത്വം, കൃത്യത്വം എന്നൊക്കെ പറയുന്നത് കഥാപാത്രങ്ങളുടെ നമ്മളിലേക്കുള്ള സ്വഭാവങ്ങൾ തന്നെയാണ് എന്നർത്ഥം. അങ്ങനെ എങ്ങനെയാണോ ഒരു ഏകാദശി ദിവസം അവിടെ ദ്വാദശി പാരണ വീണാലൊക്കെ പരീക്ഷിക്കാനായിക്കൊണ്ട് അംബരീക്ഷനെ പരീക്ഷിക്കുന്ന ദുർവാസ ഭഗവാൻ അഭൂൽ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് ശ്രീ ശിവബ്രഹ്മർഷി പ്രയോഗിച്ചിരിക്കുന്നത്. അതെ, ദുർവാസ ഭഗവാൻ അഭൂൽ, അല്ലാണ്ട് അവിടെ ഒരു ബഹുമാനക്കുറവില്ല എന്നർത്ഥം. ഭഗശബ്ദാർത്ഥം സർവ ഗുണങ്ങളും ഭഗവാനിലുള്ളതായ ആരായാലും ഞാനായാലും ഈ കേൾക്കുന്ന നിങ്ങളായാലും ഭഗവത് ഗുണോദയം, നിരന്തരമായ ഉപാസന കൊണ്ട് ഭഗവത് ഗുണം ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഗുണങ്ങൾ തന്നെ ഉള്ളതാണ്. ദുർവാസാവ് മഹർഷിയും അവനൊരു ദുർവാസാവെന്നും പറയാറുണ്ട്. പക്ഷേ ദുർവാസാവ് മഹർഷിയും ഭഗശബ്ദാർത്ഥത്തിന് അർഹനാണ്, ഈശ്വരൻ തന്നെയാണ്. അവിടെ നമ്മളെയൊക്കെ പരീക്ഷിക്കാനായിക്കൊണ്ട് അവിടെ ദ്വാദശി ദിവസം കുളിക്കാൻ പോയി എന്നും സമയം വൈകിയപ്പോൾ അദ്ദേഹം തുളസി തീർത്ഥം, അംബരീക്ഷ മഹാരാജു തുളസി തീർത്ഥം കഴിച്ചു എന്നും തന്നെ സ്വീകരിക്കാതെ, തന്നെ ബഹുമാനിക്കാതെ പാരണവീടി എന്നുള്ളതായ ഒരു സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് ദേഷ്യം വരികയും കൃത്യം കാലാലോപമായിരുന്ന ഒരു കൃത്യയെ സൃഷ്ടിച്ചു എന്നും അവിടെ അപ്പം തന്നെ ഒരു വികാരവുമില്ലാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതായ അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല, എന്നെ രക്ഷിക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവിടെ ഭഗവാൻ തന്നെ നേരിട്ട് അവിടെ സുദർശനമൂർത്തിയെ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. അവിടെ സുദർശനമൂർത്തിയെ സൃഷ്ടിച്ച് കൃത്യയെ അപ്പം തന്നെ ജ്വലിപ്പിച്ച് കളഞ്ഞു. പിന്നീട് നിർവാസാ മഹർഷി ഓടി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ 4 തലയായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു മഹർഷി, പണ്ട് ഞാൻ അമ്പാടിയിൽ ലീലയാടിയ ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ദിവസം ജാതി മതവർഗ രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും തൽഫലാനി അങ്കുലേഷു, കൈകളിലെ വിരലുകളിൽ ആഹാരം കൊടുത്ത സമയത്ത് ഞാൻ അവിടെ ഗുരുവായൂരൊക്കെ ശുദ്ധാശുദ്ധികളോടുകൂടി തന്നെ സ്വീകരിക്കുന്നതായ ഭഗവാൻ എങ്ങനെ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പരീക്ഷിക്കാനായിക്കൊണ്ട് അവിടെ മറച്ചു. പിന്നീട് ഭഗവാൻ തന്നെ വേറൊരു അമ്പാടിയും വേറൊരു ലോകവും സൃഷ്ടിച്ചു. 1 വർഷക്കാലം ബ്രഹ്മാവ് പോലും അറിഞ്ഞില്ല എന്നർത്ഥം. ബ്രഹ്മാവ് താഴേക്ക് നോക്കിയപ്പോഴും വേറെ ലോകം, ബ്രഹ്മാവിൻ്റെ സ്വന്തമായിട്ടുള്ള ലോകം. അപ്പം ഞാൻ പോലും, എൻ്റെ ദുർവാസാവേ, ഞാൻ പോലും മടുത്തു പോയതാണ്. ആദ്യമായിട്ട് ഞാനാണ് ശയനപ്രദർശനം തുടങ്ങിയത്. ഭഗവാനെ 4 തലയും വെച്ച് ശയനപ്രദർശനം വെച്ചിട്ട് ബുദ്ധ്യത്തെ പ്രഭുഷയെ തട്ടിത്തമ്പരായ ഉജ്ജ്വല മുഹൂർത്തത്തോട് ജ്ഞാനസ്വരൂപമായ ഒരു പ്രാർത്ഥനയാണ് ഭാഗവതത്തിൽ ബ്രഹ്മാവ് നൽകുന്നത്. അതിനുശേഷം മഹാദേവൻ്റെ അടുത്തായിരുന്നു. മഹാദേവൻ്റെ അംശം തന്നെയാണ് ദുർവാസാവേ, ഒരു രക്ഷയില്ല. ഭഗവത് ഭക്തനെ ദ്വേഷിച്ചാൽ അവിടെ അതിന് ഒരു പ്രതിവിധിയില്ല, നേരെ ചെന്നോളൂ. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സംഹാരത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്.
സൃഷ്ടിസ്ഥിതി സംഹാരം. പിന്നെ സ്ഥിതിയുടെ പ്രതീകമായ ചെല്ലു 2 കൈയും പൊക്കി പിടിച്ച് ഗതയും പത്മമൊക്കെ ആയിട്ട് ഒരാളവിടെ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ചാഞ്ഞ് കിടപ്പുണ്ടാവും അനന്തൻ്റെ മെത്തയുടെ മുകളിൽ. അവിടെ ചെല്ലു പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് വിശേഷം? ഇങ്ങനെയാണ് സംഭവം. പുറകിൽ സുദർശനമൂർത്തി ഇപ്പം എന്നെ ജയിപ്പിക്കുക. അതെ, ഒരു രക്ഷയില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഭക്തനെ ദ്വേഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്തനെ ഒരു രക്ഷയില്ല. ഭക്തനെ ദ്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഭക്തൻ്റെ അടുത്ത് തന്നെ ചെല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദുർവാസാവ് ഓടിയെന്നും അവിടെ ചെന്നതാ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതായ അംബരീക്ഷൻ്റെ അടുത്ത് ക്ഷമാപയ, അവിടെ ക്ഷമിക്കൂ എന്ന് ചൊല്ലിയെന്നും അവിടെ അപ്പോൾ തന്നെ എന്തു ചെയ്തു? അവിടെ അവിടെ സുദർശനമൂർത്തി 2 പേരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ വലം വച്ച് നമസ്കരിച്ച് ദുർവാസാവിനെയും അംബരീക്ഷനെയും വലം വച്ച് നമസ്കരിച്ച് അവിടെ മറഞ്ഞു എന്നുമൊക്കെ ഭാഗവതാദി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ നന്മ, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ, ലോകത്തെ ഒരു അമ്പലത്തിൽ നട തുറക്കാൻ ആളില്ലെങ്കിൽ പോലും എന്ത് റിസ്ക്കും എടുത്ത് നട തുറക്കാൻ തയ്യാറാവുന്നവർ, അല്ലെങ്കിൽ ലോകത്തെ നന്മ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയുന്നവർ, ഒന്നിനുമല്ലാതെ എപ്പോഴോ തോന്നിയൊരു ഇഷ്ടം ലോകത്തിന് ഉണ്ടാവുന്നവർ, ലോകത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആയുസ്സിൻ്റെ ബലം തീരുമാനിക്കുന്നത് ഈശ്വരൻ മാത്രമല്ല, ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെയാണ്. അപ്പം ഞാൻ ജീവിച്ചിരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, ബന്ധുക്കളും സുഹൃത്തുക്കളും ഈശ്വരന്മാരും തന്നെയാണ്. അപ്പം എവിടെയാണോ എന്തിനാണോ മുട്ടുവരുന്നത് അത് ഇനിയും തുടരുമെന്നർത്ഥം. എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും എനിക്കോസ്റ്റ് ശരീരം എന്ന് പറഞ്ഞത് 22 വയസ്സ് കഴിഞ്ഞാൽ ജീര്യത അനേന നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും സംശയമൊന്നുമില്ല, ഇത് തന്നെ തുടരും. നാളെ ഞാനുണ്ടോ എന്നറിയില്ല, നാളെ നമുക്ക് ആരെ കാണാൻ പറ്റും എന്നുള്ള, എത്ര ദിവസം ജീവിച്ചിരുന്നു എന്നുള്ള അല്ല പ്രധാനം, എത്ര കാലം ജീവിച്ചിരുന്നുള്ളൂ എന്നല്ല പ്രധാനം, എത്ര നിമിഷം ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനം. ജീവിച്ചിരുന്നു എന്ന് ഞാനല്ല പറയേണ്ടത്. ഞാൻ മറഞ്ഞതിന് ശേഷം എൻ്റെ ഫോട്ടോയിൽ കണ്ട ആൾക്കാർ പറയണം, ഇന്നയാൾ ഇന്ന കാലം ലോക നന്മയ്ക്കായിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളിൽ ഒരുവനായി ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യ ജന്മം കൊണ്ട് പുണ്യമുണ്ടാകുന്നുള്ളൂ, മനുഷ്യ ജന്മം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പ്രായോഗിക വേദാന്തം അനുസരിച്ച് അവനവനെ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ വേദന എടുത്ത് പൊളയുമ്പോഴും ഒരു ക്ഷേത്രത്തിൽ നട തുറക്കാൻ ആളെങ്കിൽ നട തുറന്നു കൊടുക്കണം. ഒരാൾക്ക് ആഹാരം കഴിക്കാൻ വകയില്ലെങ്കിൽ ആഹാരം എത്തിക്കാൻ സാധിക്കണം. ഒരു അന്നവസ്ത്രാദികൾ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ അത് ഏത് മഴയാണെങ്കിലും ഏത് വയനാണെങ്കിലും അവന് എൻ്റെ ശരീരബോധം മറിഞ്ഞ് എത്തിക്കണം. മറിഞ്ഞു വീണോട്ടെ, ചിലപ്പോൾ ശ്വാസഗതി നിലച്ചോട്ടെ, ചിലപ്പോൾ ശ്വാസം നിലച്ചോട്ടെ. എന്നിരുന്നാൽ പോലും ലോകത്തിന് പ്രയോജനമില്ലാത്ത ഒരു ജന്മവും ത്തിനും ഒരു പ്രാധാന്യമില്ല. 125 150 വർഷമോ കുടുംബത്തിനോ ലോകത്തിനോ സഹായമില്ലാതെ ജീവിച്ചിരുന്നിട്ടുക അവന്തിയിലെ ബ്രാഹ്മണൻ്റെ കഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കുട്ടികൾക്കോ അവനവൻ്റെ കുടുംബത്തിനോ ഒരു വസ്ത്രമോ ഒരു വെള്ളമോ ഒന്നും വിളിക്കേണ്ട പിശുക്കനായ ഒരു ബ്രാഹ്മണൻ കല്ലേറുകൊണ്ട് ഓടിയിൽ നിന്നും പിന്നീട് ജ്ഞാനസ്വരൂപത്തിലുള്ളതായ അറിവ് സമ്പാദിച്ചെന്നും ഭഗവാനെ പ്രാർത്ഥിച്ചത് തൻ്റെക്ക് വേണ്ടതെല്ലാം ലോകത്തിന് വേണ്ടി നൽകി ഇഹലോകം ഇടിഞ്ഞു എന്നുള്ള കഥകളൊക്കെ ശ്രീമദ് ഭാഗവതത്തിലൂടെ ഭാഗവതപ്രിയവും ഗുരുനാഥനായ ചന്ദ്രമല ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞു തരുമ്പോൾ, എല്ലാവർക്കും നന്മ തരുമ്പോൾ, ആരെങ്കിലും ഒരാളെങ്കിലും ലോക നന്മ ചെയ്യുന്ന നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾ ജീവിച്ചിരിക്കുകയും ചെയ്യും, ജീവിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല. അത് അവസാന ശ്വാസം വരെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, ഒരു ക്ഷേത്രത്തിൽ നടക്കാൻ ആളില്ലെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിന് എവിടെയാണെങ്കിലും എന്താണെങ്കിലും എത്തിച്ച് തരും എന്ന് 100% ഉറപ്പോടുകൂടി തന്നെ. അതുകൊണ്ടാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത. ആ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നാളെ നമ്മുടെ ശരീരം ആത്മാവാണ് പ്രധാനം, ശരീരബോധം അവിടെ വിഷയമല്ല എന്നർത്ഥം. അപ്പം അപ്രവിഷ്ടം പ്രവിഷ്ടാൽ അകത്തുമല്ല പുറത്തുമല്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുമ്പോൾ, അപ്പൂപ്പന്താടിയും പോലെ ഈ ലോകത്ത് ഭൂസ്പർശമില്ലാതെ സന്ദർശിക്കാൻ സാധിക്കുമ്പോൾ, നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മളെ സഹായിക്കുന്നവരാണ് ഈശ്വരൻ. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ ചൈതന്യങ്ങളും പുൽക്കൊടിയിലുള്ളതും
ഈശ്വരനാണ്. ഈ മുറ്റത്ത് ഇപ്പോൾ കിടക്കുന്നതായ തവളയും ഈശ്വരനാണ്. ഏത് ചൈതന്യത്തെയും ഒരു പ്രാറ്റമാമർദ്ധിക നമ്മുടെയോ ആരുടെയെങ്കിലും കുടുംബത്തിൻ്റെയോ സുഹൃത്തുക്കളുടെയോ എന്തെങ്കിലും ശ്രദ്ധക്കുറവുകൊണ്ട് ഒരു പുൽക്കൊടിക്ക് പോലും ഒരു ചെറിയ പോറൽ പോലും ഏക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ എന്നിലേക്ക് സ്വയം എന്തു വേണമെങ്കിലും സംഭവിക്കാൻ പ്രാർത്ഥിക്കുക. എൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടോ ഒരു പുൽക്കൊടിക്ക് പോലും ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുക ഇന്നു മുതൽ. ബാക്കി എന്ത് ദോഷമുണ്ടെങ്കിലും എന്ത് പരിഹാരങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ ശരീരത്തിലേക്ക് ബാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.